ഹലോ ഫ്രണ്ട്സ്, കുടുംബവിളക്കിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. സ്വരമോളെ കൊണ്ടുപോകാൻ അന്വേത്തുന്നു. വക്കീലിനെ പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി രഞ്ജിത. എല്ലാ സ്ഥലങ്ങളും തിരിച്ചറിഞ്ഞ് സുമിത്ര അത് ചെയ്യുന്നു. ഇന്നലെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ പൂജയുടെ ജോലി പോയ കാര്യം അപ്പുവിനോട് പറയാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു. രഞ്ജിത ആകെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ്. എങ്ങനെയെങ്കിലും വക്കീലിനെ പറഞ്ഞു വിടണം. അതിനായി വക്കീലിനെ ഫോൺ വിളിക്കുകയാണ്. സുമിത്ര വിൽപത്രത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമെന്നും സുമിത്ര കേസുമായി മുന്നോട്ട് പോകാനും സാധ്യതയുള്ളതിനാൽ ഞാൻ വക്കീലിൻ്റെ സാന്നിധ്യത്തിലാണ് വിൽപത്രം തയ്യാറാക്കിയതെന്ന് മനസ്സിലായാൽ നിങ്ങൾ ഒന്നാം പ്രതിയാവുകയും നമ്മളെല്ലാവരും അഴിക്കുള്ളിലാവുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് രഞ്ജിത. അതിനാൽ വക്കീൽ പെട്ടെന്ന് തന്നെ ഈ നാട്ടിൽ നിന്നും സ്ഥലം വിടണമെന്ന് പറയുന്നുണ്ട് രഞ്ജിത. ഇതൊക്കെ കേട്ട് വക്കീലിനും ഭയം വരികയാണ്. രഞ്ജിത അരവിന്ദിനെ വക്കീലിനെ കാണാൻ അയക്കുന്നു. അപ്പോഴാണ് സുമിത്രയും പൂജയും വാടക വീട് കാണാൻ വേണ്ടി വരുന്നത്. അരവിന്ദ് അപ്പോൾ വക്കീലിനെ കാണാൻ വരികയാണ്. രണ്ടുപേരും വഴിയിൽ വെച്ച് സംസാരിക്കുമ്പോഴായിരുന്നു സുമിത്രയും പൂജയും അതുവഴി വരുന്നത്. അപ്പോഴാണ് അരവിന്ദിനെയും വക്കീലിനെയും കാണുന്നത്. അപ്പോഴാണ് സുമിത്രയ്ക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായത്. പിന്നീട് സീമയെ വിളിച്ച് വാടക വീട്ടിലേക്കുള്ള വഴി ചോദിക്കുകയാണ് സുമിത്ര. പിന്നീട് കാണുന്നത് സ്വരമോൾ തുള്ളിച്ചാടി കളിക്കുന്നതാണ്. അപ്പോഴാണ് വിശ്വനാഥൻ കുട്ടിയുടെ സന്തോഷം കണ്ട് പ്രേമയോട് ചോദിക്കുന്നത്. അനന്യ വിളിച്ചിരുന്നെന്നും സ്വരമോളെ കൂട്ടിക്കൊണ്ടു പോവാൻ വരാമെന്ന് പറഞ്ഞതിൻ്റെ സന്തോഷമാണെന്നും പറയുന്നത്. പക്ഷേ അനിരുദ്ധ് ഇതൊന്നും അറിയാൻ പാടില്ല, അവനെ അറിയിക്കരുത്. എൻ്റെ മോൾ അവനിൽ നിന്നും ഡിവോഴ്സ് കിട്ടണമെന്ന് വിശ്വനാഥൻ പറയുന്നത്. അങ്ങനെ രസകരമായ വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ എവിടെ ഇരുന്നിട്ടായാലും നമ്മൾ വീഡിയോ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഏറ്റവും പുതിയൊരു കുടുംബവിളക്കിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.